السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأتباعه إلى يوم الدين وبعد. സഹീഹ് ബുഖാരിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് ഓതിയത് ബാബു ഫദൽ ജുമാ എന്നതാണ്. അതിനോട് തുടർന്ന ഒരു ബാബു തന്നെയാണ് ബാബുൻ എന്ന്. ഇങ്ങനെ ടൈറ്റിൽ പറയാതെ ബാബുൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പത്തെ ബാബിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ബാബുൻ. حدثنا أبو نعيم قال حدثنا شيبان عن يحيى عن أبي سلمة عن أبي هريرة رضي الله عنه وعنهم جميعا أن عمر رضي الله عنه بينما هو يخطب يوم الجمعة إذ دخل رجل فقال عمر بن الخطاب رضي الله عنه لما تحتبسون عن الصلاة നിങ്ങൾ എന്താണ് നിസ്കാരത്തിനകത്ത് പിന്തുന്നത് ലിമ തഅഖറൂന അനി സ്വലാ എന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണത്. ഉസ്മാൻ എന്നവരാണ് വന്നത്, വൈകിയാണ് വന്നത്. ഉമർ എന്നവർ മിമ്പറിൽ കയറി ഖുതുബയിലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം ചോദിച്ചു എന്നതുകൊണ്ട് വളരെ കൃത്യമായി മനസ്സിലാവുന്നു ജുമാക്ക് അങ്ങനെ വൈകാൻ പാടില്ല, നേരത്തെ വരേണ്ടതാണ്, ഇനി നേരത്തെ ഒരുങ്ങേണ്ടതാണ്. അത് വലിയ ഫദീലത്തുള്ള കാര്യമല്ലേ. ഇതാണ് ഈ ബാബ്. അതിന് മുമ്പുള്ള ബാബിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞു. ഫദലുൽ ജുമാ തന്നെയാണ് ഇവിടെ വിഷയം. ഫഖാല റജുൽ മാ ഹുവ ഇല്ലാ അൻ സമിഅതു നിദാ തവദ്ദഅതു. ബാങ്ക് കേട്ടപ്പോൾ തന്നെ ഉതിർത്ത് നേരെ വന്നിട്ടുണ്ട് എന്ന് അർത്ഥം. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു ഫഖാല എന്ന് പറഞ്ഞാൽ ഉമർ അലം തസ്മഉ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ റഅ അഹദുകും മിനൽ ജുമാഅത്തി ഫൽയഗ്തസിൽ. ബാബു ദുഹ്നി ലിൽ ജുമാ. ജുമാ നിസ്കാരത്തിന് വേണ്ടി എണ്ണ ഉപയോഗിക്കുക, ഒരുങ്ങുമ്പോൾ എണ്ണയൊക്കെ ഉപയോഗിച്ച് പോവുക. ഇസ്തിഅമാലു ദുഹ്ൻ. ഇനി ദഹ്ന് എന്ന് വായിക്കുകയാണെങ്കിൽ മസ്തറായിട്ട് എണ്ണ ഉപയോഗം എന്ന് തന്നെ കിട്ടിക്കോളും എന്ന് ഫത്തുൽ ബാരി പറയുന്നുണ്ട്. حدثنا آدم قال حدثنا ابن أبي ذئب عن سعيد المقبري قال أخبرني أبي عن أبي وديعة عن سلمان الفارسي رضي الله عنه وعنهم جميعا قال النبي صلى الله عليه وسلم لا يغتسل رجل يوم الجمعة ويتطهر ما استطاع من طهر ويدهن من دهنه أو يمس من طيب بيته ثم يخرج فلا يفرق بين اثنين ثم يصلي ما كتب له ثم ينصت إذا تكلم الإمام ثم ينصت إذا تكلم الإمام إلا غفر له ما بينه وبين الجمعة الأخرى. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമാഅത്തിൽ ഉഖ്റ, അപ്പോൾ അവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. വബൈനൽ ജുമാഅത്തിൽ ഉഖ്റ എന്ന് പറഞ്ഞാൽ അൽ മാദിയ എന്നാണ് എന്ന് മറ്റു ചില റിവായത്തുകളിൽ നിന്നും സമാനമായ ഹദീസുകളിൽ നിന്നും മനസ്സിലാവും. ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമാഅത്തിൽ ലത്തി ഖബലഹ എന്ന റിവായത്ത് വന്നിട്ടുണ്ട്. വയതത്തൊഹറു മസ്തത്വഅ മിൻ തുഹ്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന നഖം മുറിക്കൽ, മീശ പോലത്തൊക്കെ നന്നാക്കലൊക്കെ പെടും. യദ്ഹിനു മിൻ ദുഹ്നിഹി ഔ യമസ്സു മിൻ തീബി ബൈത്തിഹി. ഇവിടെ ഔ എന്നാണ് ഉപയോഗിച്ചത്. ഈ ദുഹ്ന് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഒരു സുഗന്ധം തന്നെയാണ് അതും അതിൽ. അങ്ങനെയാണ് ഹദീസിൽ നിന്നൊക്കെ നമുക്ക് പൊതുവെ മനസ്സിലാവുന്നത്. നമ്മൾ ഇന്ന് തേക്കുന്ന എണ്ണകൾ വെളിച്ചെണ്ണ പോലത്തൊക്കെ തേക്കുമ്പോൾ അവിടെ സുഗന്ധമൊന്നുമില്ലെങ്കിലും ഒരു സുഗന്ധമുള്ള എണ്ണ എന്ന രീതിയിൽ തന്നെയാണ് എണ്ണ വരുന്നത്. ഇനി അങ്ങനെ ഒന്നുമില്ലെങ്കിൽ തന്നെ എണ്ണ തേക്കൽ സുന്നത്താണ്, അതോടൊപ്പം സുഗന്ധം ഉപയോഗിക്കലും സുന്നത്താണ്. ഇത് സുഗന്ധമുള്ള എണ്ണയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് യദ്ദഹിനു മിൻ ദുഹ്നിഹി. അങ്ങനെ ദുഹ്നൊന്നും ഇല്ലെങ്കിൽ ഔ യമസ്സു മിൻ തീബി ബൈത്തിഹി. അപ്പോൾ അത് ദുഹ്ൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ തന്നെ സുഗന്ധം എന്നുള്ളത് അവിടെ വരുന്നുണ്ട്. ഇങ്ങനെ ഔട്ട് പറഞ്ഞതുകൊണ്ട് ഇതിൽ ഒന്നുണ്ടായാൽ തന്നെ ഈ പറഞ്ഞ പ്രതിഫലം ഉണ്ടല്ലോ, ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമാഅത്തിൽ ഉഖ്റ, അത് കിട്ടുമെന്ന് വരും എന്ന് ശുറാഹ് പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. ഔ യമസ്സു മിൻ തീബി ബൈത്തിഹി എന്ന് പറഞ്ഞു, അവൻ്റെ വീട്ടിലെ തീബ് എന്ന്. അവിടെ ഇപ്പോൾ മജാസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ ഹഖീഖത്ത് തന്നെ വെക്കാമല്ലോ, അവൻ്റെ വീട്ടിലെ സുഗന്ധം എന്ന്. അവൻ്റെ വീട്ടിലുള്ള സുഗന്ധമാകുമ്പോൾ അത് അവൻ്റേതും അവൻ്റെ ഭാര്യയുടേതും ഒക്കെ ആവും. അവൻ്റെ വീട്ടിലെ സുഗന്ധം ഉപയോഗിക്കുക. ഇനി വേറെ റിവായത്തിൽ മിൻ തീബിൽ മർഅ എന്നുണ്ട്. അവൻ്റെ അടുത്തല്ലെങ്കിൽ അവൻ്റെ ഭാര്യയുടെ തീബ് അവൻ ഉപയോഗിക്കണം, അങ്ങനെ ഉപയോഗിച്ചാലും എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഇവിടെ മജാസാക്കണമെന്നൊന്നുമില്ല, ഇവിടെ ഹഖീഖത്ത് തന്നെ ആക്കാം. ബൈത്ത് എന്ന് മജാസായിട്ട് വീട്ടുകാർ അഹ്ല് ഭാര്യ എന്ന അർത്ഥത്തിന് വരും. അങ്ങനെയാണെങ്കിൽ ഭാര്യയുടെ സുഗന്ധം ഉപയോഗിക്കുക, സ്വന്തമായിട്ട് സുഗന്ധമില്ലെങ്കിൽ എന്ന് വെക്കാം. പക്ഷേ ഹഖീഖത്ത് തന്നെ വെച്ചാൽ മതി. അവൻ്റെ വീട്ടിലെ തീബ് അത് അവൻ്റേതാകാം, അവൻ്റെ ഭാര്യയുടേതാകാം, അവർക്ക് മൊത്തത്തിൽ ഉപയോഗിക്കുന്ന സാധനമാകാം. ثم يخرج فلا يفرق بين اثنين
ഫലാ യുഫരിഖു ബൈന സ്നൈൻ എന്നുള്ളത് മറ്റ് റിവായത്തുകൾ കൂട്ടി വെക്കുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആളുകളുടെ പെരടികൾ ഇങ്ങനെ ചവിട്ടി കിടക്കാതെ എന്നാണ്. സുമ്മ യുസല്ലി മാ കുത്തിബ ലഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സാധിച്ച് നിസ്കരിക്കുക എന്നർത്ഥത്തിനാണ്. മാ കുദ്ദിറ ലഹു യുസല്ലി, കണക്കാക്കി അതൊക്കെ നിസ്കരിച്ചു. അത് സുന്നത്താകാം ഫർദാകാം. ഫർദ് അവിടെ ജുമയാണ് വരാനുള്ളത്, സുന്നത്തും. സുമ്മ യുൻസിത്തു ഇദാ തകല്ലമൽ ഇമാം. ഈ ഹദീസിൽ യദ്ദഹിനു മിൻ ദുഹ്നിഹി ഔ യമസ്സു മിൻ തീബി ബൈത്തിഹി എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് എണ്ണ ഉപയോഗിക്കുക, അതിൻ്റെ വിഷയത്തിൽ പറയുന്ന ഹദീസാണ് ഈ ബാബിൽ വരേണ്ടത്. അപ്പോൾ യദ്ദഹിനു മിൻ ദുഹ്നിഹി എന്നുള്ളതാണ് ഇവിടെ ഹദീസിലെ ഭാഗം. حدثنا أبو اليمان قال أخبرنا شعيب عن الزهري قال طاووس قلت لابن عباس رضي الله عنهما وعنهم جميعا ذكروا أن النبي صلى الله عليه وسلم قال اغتسلوا يوم الجمعة واغسلوا وجوهكم وإن لم تكونوا جنبا. اغتسلوا يوم الجمعة واغسلوا رؤوسكم وإن لم تكونوا جنبا وأصيبوا من الطيب. قال ابن عباس أما الغسل فنعم وأما الطيب فلا أدري. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് അവർ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചതാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അമ്മൽ ഗുസ്ലു ഫനഅൻ വ അമ്മ തീബു ഫലാ അദ്രി. വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി പ്രത്യേകം കുളിക്കണം, അത് സുന്നത്താണ്, പ്രത്യേകമായ സുന്നത്താണ്, അത് ഓക്കെയാണ്. വ അമ്മ തീബു ഫലാ അദ്രി, എന്നാൽ സുഗന്ധോപയോഗം അത് സുന്നത്തായ കാര്യം തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ജുമാക്ക് വേണ്ടി പ്രത്യേകം അങ്ങനെ സുഗന്ധം ഉപയോഗിക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടോ അല്ലേ, ആ കാര്യം ഫലാ അദ്രി, എനിക്കറിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് അവർ പറഞ്ഞു. ഇവിടെയും ഈ തീബ് എന്നുള്ള ദുഹനിൻ്റെ ബാബിൽ ബാബു ദുഹനിൽ ജുമയിലാണ് പറഞ്ഞത്. തീബ് കൊണ്ട് ഇവിടെ ദുഹന് കൂടെ ഉൾപ്പെടുന്ന തീബാണ് ഉദ്ദേശം. നേരത്തെ നമ്മൾ ആ വിഷയം പറഞ്ഞ പോലെ. حدثنا إبراهيم بن موسى قال أخبرنا هشام أن ابن جريج أخبرهم قال أخبرني إبراهيم بن ميسرة عن طاووس عن ابن عباس رضي الله عنهما وعنهم جميعا أنه ذكر قول النبي صلى الله عليه وسلم في الغسل يوم الجمعة. വെള്ളിയാഴ്ച ദിവസം കുളിയുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹിൻ്റെ കൗലിന് ഹദീസിനെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് പറഞ്ഞപ്പോൾ ഫഖുൽതു ലിബ്നി അബ്ബാസിൻ, തൗസ് എന്നവരെ പറയാം, ഞാൻ ചോദിച്ചു അയമസ്സു തീബൻ ഔ ദുഹനൻ എന്ന്, തീബ് സുഗന്ധം ദുഹന് ഒക്കെ ഉപയോഗിക്കണോ എന്നുള്ളത്, അങ്ങനെ പ്രത്യേകം ഉപയോഗിക്കൽ സുന്നത്തുണ്ടോ, പ്രത്യേകമായ സുന്നത്തുണ്ടോ എന്ന്. ഇൻകാന ഇൻദ അഹ്ലിഹി അയമസ്സു തീബൻ ഔ ദുഹനൻ ഇൻകാന ഇൻദ അഹ്ലിഹി, വീട്ടുകാരുടെ അടുത്ത് ഭാര്യൻ്റെ അടുക്കൽ അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കൽ സുന്നത്തുണ്ടോ എന്ന്. ഫഖാല ലാ അഅലമുഹു, ഇബ്നു അബ്ബാസ് പറഞ്ഞത് ആ കാര്യം എനിക്കറിയില്ല എന്നാണ്. അപ്പോൾ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി പോകുമ്പോൾ പ്രത്യേകമായി സുന്നത്തുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ കുളി വന്നു, അല്ലെങ്കിലും കുളിക്കേണ്ടതാണ്, സുഗന്ധോപയോഗം വന്നു, അല്ലെങ്കിലും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ജുമാക്ക് വേണ്ടി പ്രത്യേകം സുന്നത്തുണ്ടോ, ഉണ്ട്, കുളിയുണ്ട്, കുളിയുടെ കാര്യമുണ്ട്. എന്നാൽ സുഗന്ധം ഉപയോഗിക്കുന്ന കാര്യം, ദുഹൻ ഉപയോഗിക്കുന്ന കാര്യം, ആ കാര്യം അങ്ങനെ പ്രത്യേകമായി ഹദീസിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്ന് ഇബ്നു അബ്ബാസ് എന്നവർ. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, ഇബ്നു അബ്ബാസ് എന്നവരിൽ നിന്ന് വന്ന ഹദീസിൽ തന്നെ ജുമാക്ക് സുഗന്ധം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫമൻ ജാഅ ഇലൽ ജുമാഅത്തി ഫൽയഗ്തസിൽ വഇൻ കാന തീബുൻ ഫൽയമുസ്സ മിൻഹു വഅലൈക്കും ബിസ്സിവാക് എന്ന റിവായത്ത് ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. قال رسول الله صلى الله عليه وسلم إن هذا يوم عيد جعله الله للمسلمين فمن جاء إلى الجمعة فليغتسل وإن كان طيبا فليمس منه. ഇങ്ങനെ. അപ്പോൾ ഇബ്നു അബ്ബാസ് എന്നവർ ഇവിടെ നേരെ തീബ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ റിവായത്താണത്. പക്ഷേ ആ സനദിൽ സ്വാലിഹ് ഇബ്നു അബിൽ അഖ്ദർ എന്ന് പറഞ്ഞ ഒരു റാവി വരുന്നുണ്ട്. ആ റാവിയെ സംബന്ധിച്ചിടത്തോളം മുഹദ്ദിസുകൾ, ജർഹ് തഅദീലിൻ്റെ ആളുകൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുന്ന ഒരാളല്ല സ്വാലിഹ് ഇബ്നു അബിൽ അഖ്ദർ എന്നത്. ഈ വിഷയത്തിൽ, ഹദീസിൻ്റെ വിഷയത്തിൽ കുറച്ച് കണിശത കുറഞ്ഞു പോയിട്ടുണ്ട് സ്വാലിഹ് ഇബ്നു അബിൽ അഖ്ദർ എന്നവർക്ക് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് അദ്ദേഹത്തിന് ഇത് ഓർമ്മയില്ലായിരുന്നു. ഓർമ്മയുള്ള ഒരു സമയത്ത് ഹദീസിൻ്റെ കൃത്യമായ വാക്ക് അങ്ങനെ തീബ് ഉപയോഗിക്കലും സുന്നത്താണ് എന്നുള്ളത് വന്നു പറഞ്ഞു. അത് ഓർമ്മയില്ലാത്ത സമയത്ത് എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞു. ആദ്യം ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നെ മറന്നതാകാം, ആദ്യം മറന്നിരുന്നു, പിന്നെ ഓർത്തതാകാം, ഇങ്ങനെ അഭിപ്രായം പറഞ്ഞവരുണ്ട്, ഇങ്ങനെ ഇതിനെ ശർഹ ചെയ്തവരുണ്ട്, ഈ രണ്ട് ഹദീസിനെ ഇങ്ങനെ ജമ്മ് ചെയ്തവരുണ്ട്. അല്ലാഹു അലം. ബാബുൻ യൽബസു അഹ്സന മാ യജിദ്.
ജുമായുമായി ബന്ധപ്പെട്ടാണ് പറയണത്. അപ്പോൾ ലഭിക്കാവുന്നതിൽ ഏറ്റവും അഹ്സൻ അദ്ദേഹത്തിന് ലഭിക്കുന്നതിൽ ഏറ്റവും അഹ്സൻ ധരിക്കുക. അത് സംബന്ധിച്ചുള്ള ഹദീസ് പറയുന്ന ബാബ്. ഹദസന അബ്ദുല്ലാഹി ബിൻ യൂസുഫ ഖാല അഖ്ബറനാ മാലികുൻ അൻ നാഫിഇൻ അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ വഅൻഹും ജമീഅ അൻ ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു റഅ ഹുല്ലതൻ സിയറാ عند باب المسجد فقال يا رسول الله لو اشتريت هذه فلبستها يوم الجمعة وللوفد إذا قدموا عليك. അപ്പോൾ വെള്ളിയാഴ്ച ദിവസവും അതേപോലെ വഫ്ദുകളൊക്കെ വരുമ്പോൾ ആ വരുന്ന സമയത്തും അവരെ സ്വീകരിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങൾക്ക് ധരിക്കാലോ എന്ന്. ഇങ്ങനൊരു വസ്ത്രം ഹുല്ലത്തൻ സിറ എന്ന് പറയുമ്പോൾ അത് പട്ട് വസ്ത്രമാണ്, ഹരീറാണ്. അത് കണ്ടപ്പോഴാണ് പ്രവാചകരോട് ഉമർ എന്നവരത് പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് ബാബിയായിട്ടുള്ള ബന്ധം. ഒന്ന് വെള്ളിയാഴ്ച ദിവസം അങ്ങനെ കിട്ടാവുന്നതിൽ നല്ലതാണ് ധരിക്കേണ്ടതെന്ന് അവർക്കൊക്കെ പരിചിതമാണ്. പിന്നെ ഇതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ യൽബസു ഹാദിഹി മൻ ലാ ഖലാഖ ലഹു ഫിൽ ആഖിറ. ഈ വസ്ത്രത്തെ ധരിക്കൽ മൻ ലാ ഖലാഖ ലഹു ഫിൽ ആഖിറ, കാരണം പട്ടാണ്, അത് ഹലാലല്ല, പുരുഷന്മാർക്ക് അനുവദനീയമല്ല. ഇതാണ് പ്രവാചകരെ കൊടുത്ത മറുപടി. എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ധരിക്കേണ്ടത് അഹ്സൻ സിയാബാണ് എന്നതിനെ അവിടെ അംഗീകരിക്കുകയാണ്. അത് അവർക്കൊക്കെ പരിചിതമായൊരു കാര്യം ആയതുകൊണ്ടാണ് ഉമർ എന്നവരങ്ങനെ പറഞ്ഞതും. ഇതാണ് ഈ ബാബായിട്ടും ഈ ഹദീസിനുള്ള ബന്ധം. ثم جاءت رسول الله صلى الله عليه وسلم منها حلل. ഈ കൂട്ടത്തിൽപ്പെട്ട ചില വസ്ത്രങ്ങൾ പ്രവാചകർക്ക് പിന്നെത്തി. ഫഅത ഉമർ ഇബ്നു അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു മിൻഹാ ഹുല്ല. അതിന്ന് പലർക്കും കൊടുത്ത കൂട്ടത്തിൽ ഉമർ എന്നവർക്കും ഒരു ഹുല്ലത്ത് റസൂലുള്ളാഹി നൽകി. ഫഖാല ഉമർ യാ റസൂലല്ലാഹ് കസൗതനീഹാ വഖദ് ഖുൽത ഫീ ഹുല്ലത്തി ഉതാരിദിൻ മാ ഖുൽത. മുമ്പ് വിറ്റിരുന്ന ഉതാരിദ് എന്ന ആൾ വിറ്റിരുന്ന ആ വസ്ത്രത്തെ സംബന്ധിച്ച് നിങ്ങളന്ന് അങ്ങനെ പറഞ്ഞല്ലോ. എന്നിട്ട് കസൗതനീഹ, അങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾ എനിക്കിപ്പോൾ തന്നിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നീലം അക്സുഖഹാലി തൽബിസഹ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ ധരിക്കാനല്ല നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഉമർ എന്നവരോട്. ഫകസഹ ഉമർ ഇബ്നു അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു അഖൻ ലഹു ബിമക്കത്ത മുശ്രിക. ഉമർ എന്നവരുടെ മുശ്രിക്കായ ഒരു അഖന്, മക്കയിലുള്ള മുശ്രിക്കായ ഒരു അഖന് ഉമർ എന്നവർ അതിനെ നൽകി. കസഹ എന്ന് പറഞ്ഞാൽ ആ വസ്ത്രം നൽകി എന്നേ അർത്ഥമുള്ളൂ. ഇവിടെ നേരത്തെ റസൂൽ പറഞ്ഞെടുത്തു ഇന്നി ലം അക്സുഖഹ എന്ന് പറഞ്ഞെടുത്തു. വസ്ത്രത്തെ നൽകിയിട്ടില്ല ലി തൽബിസഹ. ഫകസഹ ഉമർ ഇബ്നു അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു അഖൻ ലഹു ബിമക്കത്ത മുശ്രിക. ധരിക്കാൻ വേണ്ടിയല്ല അപ്പോൾ റസൂൽ ഉമർ എന്നവർക്ക് കൊടുത്തിട്ടുള്ളത്, വേറെയും പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനും ഉസാമ റളിയല്ലാഹു അൻഹുവിനൊക്കെ അന്ന് റസൂൽ ഇതിൻ്റെ ഭാഗമായുള്ള വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്കൊന്നും ധരിക്കാനല്ലല്ലോ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഉമർ എന്നവർക്ക് കൊടുത്തതും. അതേപോലെ തന്നെയാണ് ഉമർ എന്നവർ കാഫിറായ തൻ്റെ സഹോദരന് കൊടുത്തതും. അവർ ധരിക്കാൻ വേണ്ടിയല്ല, മറ്റു ഉപയോഗങ്ങൾക്ക് വേണ്ടിയാണ്. പട്ടു വസ്ത്രങ്ങൾക്ക് മറ്റു ഉപയോഗങ്ങളുണ്ടല്ലോ, ഇനി അവരുടെ സ്ത്രീകൾക്കൊക്കെ കൊടുക്കും ചെയ്യാമല്ലോ. അല്ലാതെ പുരുഷന്മാർക്ക് ധരിക്കാൻ വേണ്ടിയല്ല ഈ കൊടുക്കുന്നത്. ഉമർ എന്നവർ തൻ്റെ മുശ്രിക്കായ സഹോദരന് കൊടുത്തത് പോലും അദ്ദേഹം ധരിക്കാൻ വേണ്ടിയല്ല. ഉസ്മാൻ ഇബ്നു ഹക്കീം എന്നാണ് ഉമർ എന്നവരുടെ ഈ ബന്ധുവിൻ്റെ പേര്. മുശ്രിക്കായ ബന്ധുവിന് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. തൻ്റെ ഉമ്മയിലുള്ള സഹോദരനാണ് ഉസ്മാൻ ഇബ്നു ഹക്കീം എന്നവർ. അദ്ദേഹത്തെ സംബന്ധിച്ച് സഹീൽ ബുഖാരിയുടെ ഒരു റിവായത്തിൽ അദ്ദേഹം പിന്നീട് മുസ്ലിമായി എന്നറിയിക്കുന്ന രീതിയിലുള്ള പരാമർശമുണ്ട്. ഖബലൻ യുസ്ലിമായി എന്നുണ്ട്, ഖബലൻ യുസ്ലിം എന്ന് ബുഖാരിയിൽ മറ്റൊരു സ്ഥലത്ത് വന്ന ഹദീസിലാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം പിന്നീട് മുസ്ലിമായിട്ടുണ്ട് എന്ന് കിട്ടും. ഫഹാദ യദുല്ലു അലാ അന്നഹു അസ്ലമ ബഅദ ദാലിക എന്ന് ഈ സംഭവം പറഞ്ഞുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്. അതുപോലെ ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞത് ഫീ ഹാദാ ദലീലുൻ ലി ജവാസി സിലത്തിൽ അഖാരിബിൽ കുഫാർ വൽ ഇഹ്സാൻ ഇലൈഹിം. കുഫാർ ആയ അമുസ്ലിങ്ങളായ കുടുംബക്കാരോട് ബന്ധം പുലർത്താവുന്നതാണ്, അവർക്ക് ഗുണം ചെയ്യാവുന്നതാണ്. വ ജവാസിൽ ഹദിയത്തിൽ കുഫാർ, അമുസ്ലിങ്ങൾക്ക് ഹദിയ കൊടുക്കാവുന്നതാണ്. വഫീഹി ജവാസു ഇഹ്ദായി സിയാബിൽ ഹരീർ ഇല റിജാൽ, പുരുഷന്മാർക്ക് ഹരീർ ഇങ്ങനെ പട്ട് വസ്ത്രമൊക്കെ ഹദിയ കൊടുക്കാവുന്നതാണ്. അവർക്ക് അത് ഉപയോഗിക്കാനെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അതേപോലെ തന്നെയാണ് മറ്റൊന്നും വരിക. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാനല്ല കൊടുക്കുന്നത്, എന്നാൽ ഹദിയ എന്ന നിലയ്ക്ക് ഒരു പട്ട് വസ്ത്രം പുരുഷന് ഹദിയ കൊടുക്കാവുന്നതാണ്. അത് അദ്ദേഹം ഉപയോഗിക്കാനല്ല, അദ്ദേഹം അത് പറ്റുന്ന ആളുകൾക്ക് കൊടുക്കാനാണ്
അപ്പോൾ അവരുടെ സ്ത്രീകൾക്കൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റു ഉപയോഗങ്ങളാകാം. ലിഅന്നഹ ലാ തതഅയ്യനു ലിലുബ്സിഹിം എന്ന്. എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ല ഇവിടെ പറയാം, പിന്നെ ഇത് കാണുമ്പോൾ ചില ആൾക്കാർ ഈ ഹദീസിനെ തെറ്റിദ്ധരിക്കും. കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ധരിക്കാം, അവർക്കിതൊന്നും പ്രശ്നമല്ല, അവർക്ക് ധരിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാം. അത് ശരിയല്ല എന്ന് ഇമാം നവവി റഹിമഹുല്ല പറയുന്നുണ്ട്. വഖദ് യതവഹമു മുതവഹിമുൻ അന്ന ഫീഹി ദലീലൻ അലാ അന്ന റിജാലൽ കുഫാരി യജൂസു ലഹും ലുബ്സുൽ ഹരീർ വഹാദാ വഹുമുൻ ബാത്തിലുൻ എന്ന്. കാരണം ഈ ഹദീസിൽ അങ്ങനെ തെളിവില്ല. കാരണം അങ്ങനെ തെളിവുണ്ടെങ്കിൽ ഉമർ എന്നവർക്ക് റസൂല് കൊടുത്തല്ലോ, അതെന്തിനാണ്? അതേപോലെ തന്നെയാണ് ഇത്. അലി എന്നവർക്കും ഉസാമ എന്നവർക്കും റസൂല് കൊടുത്തല്ലോ, അതെന്തിനാണ്? അതേപോലെ തന്നെയാണ് അവർ മറ്റൊരാൾക്ക് കൊടുക്കുന്നതും. ധരിക്കാൻ വേണ്ടിയല്ല, അതിന് മറ്റു ഉപയോഗങ്ങളാക്കാം, അവിടെ സ്ത്രീകൾക്കും മറ്റൊക്കെ കൊടുക്കാം. ഉമർ എന്നവർക്കൊക്കെ കൊടുത്തതിനെ സംബന്ധിച്ച് പ്രവാചകർ തന്നെ അത് ധരിക്കാൻ വേണ്ടിയല്ല എന്ന്, നിങ്ങൾ ധരിക്കാൻ വേണ്ടിയല്ല എന്ന് പറയുന്നുണ്ടല്ലോ ഉമർ എന്നവരോട്. ഈ വിഷയം പറഞ്ഞിട്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, വൽ മദ്ഹബു സ്വഹീഹ് അല്ലദി അലൈഹിൽ മുഹഖഖൂന വൽ അക്സറൂൻ അന്നൽ കുഫാറ മുഖാതബൂന ബിഫുറൂഇ ശറഅ. ഷറഇൻ്റെ ഫുറൂഅ കൊണ്ട് അവർക്ക് ഖിതാബുണ്ട്. വിശ്വസിച്ചാൽ മാത്രമേ ബാക്കിയുള്ളത് വരുള്ളൂ എന്നല്ല, പക്ഷേ ബാക്കിയുള്ളത് എന്നാലേ ശരിയാവുള്ളൂ. വിശ്വാസത്തിന് ശേഷം ബാക്കിയുള്ളത് ശരിയാവുള്ളൂ, പക്ഷേ ചെയ്യണം. അത് ചെയ്യാത്തതിൻ്റെ ശിക്ഷകൾ ഒക്കെ ഓരോന്ന് വേറെ തന്നെ ഉണ്ടാവും അത് ചെയ്യാത്ത ആളുകൾക്ക്. ഫയഹ്റുമ അലൈഹിമുൽ ഹരീർ കമാ യഹ്റുമ അലൽ മുസ്ലിമീൻ എന്ന്. എന്നാൽ ഈ ഹദീസ് നിന്നാണ് ചില ഒരു അഭിപ്രായം വന്നിട്ടുള്ളത് ചില ആളുകൾക്ക്, ചില ഉലമാഇന് അമുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഫുറൂഉ ശറഅ കൊണ്ട് മുഖാതബുകളല്ല എന്ന്. ഹനഫിയത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഹനഫിയത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. വേറെയും അഭിപ്രായങ്ങൾ ഹനഫി മദ്ഹബിലെ ഏക അഭിപ്രായമല്ലത്. ആ വിഷയത്തിൽ നമ്മുടെയൊക്കെ പോലെ തന്നെ ഹനഫി മദ്ഹബിൽ അഭിപ്രായമുണ്ട്. അവർക്ക് ഖിതാബ്, അവരോട് ഖിതാബ് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഹനഫി മദ്ഹബിലുണ്ട് അവരുടെ ഉലമാവിൻ്റെ കൂട്ടത്തിൽ. എന്നാൽ ഇങ്ങനൊരു അഭിപ്രായം ഹനഫി മദ്ഹബിലുണ്ട്, അവർക്ക് ഫുറൂഅ കൊണ്ട് ഖിതാബില്ല എന്നുള്ളത്. ഈ ഹദീസാണ് ഇതിന് തെളിവ് പിടിക്കുന്നത്. ഉംദത്തുൽ ഖാരിയിൽ ഈ ഹദീസ് പറഞ്ഞിട്ട് ഖുൽതു ഹാദിഹി ഹുജ്ജത്തുൽ ഹനഫിയ്യ ഫഇന്നൽ കുഫാറ ഗൈറു മുഖാതബീന ബിശ്ശറഇ ഇൻദഹും എന്ന് ഉംദത്തുൽ ഖാരിയിൽ പറയുന്നുണ്ട്. ഫൈളുൽ ബാരിയിൽ വഫീഹി സലാസു അഖ്വാലിൻ ലിൽ ഹനഫിയ്യ قيل إنه مخاطب أداء واعتقادا وقيل لا أداء ولا اعتقادا وقيل اعتقادا لا أداء എന്ന് പറഞ്ഞിട്ട് അവിടെ ഫൈളുൽ ബാരി വൽ മുഖ്താറു ഇൻദി ഹുവൽ അവ്വൽ എന്ന് പറഞ്ഞ ഷാഫി മദ്ഹബിൻ്റെ ഒരു നിലപാടാണ് എൻ്റെ അടുക്കൽ മുഖ്താർ എന്ന് ഫൈളുൽ ബാരി. വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ് എന്നതിന് ഈ ഒരു ഹദീസാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇവിടെ നമുക്ക് ഈ ബാബിൽ പറഞ്ഞു തന്നത്. എന്നാൽ ഇതിലേറെ ക്ലിയർ ആയിട്ട് തന്നെ നല്ല വസ്ത്രം ധരിക്കണം എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഖുസൈമ എന്നിവരൊക്കെ അവരുടെ സഹീഹിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ എന്നിവരുടെയും അബൂ സഈദ് അൽ ഖുദരി എന്നിവരുടെയൊക്കെ ഹദീസിൽ സമിഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ ഇഗ്തസല യൗമൽ ജുമുഅത്തി വസ്തന്ന പറഞ്ഞാൽ മിസ്വാക്കിയ എന്നുള്ളത് മുമ്പ് വന്നിട്ടുണ്ടല്ലോ. വമസ്സ മിൻ തീബിൻ ഇൻ കാന ഇൻദ വലബിസ മിൻ അഹ്സനി സിയാബിഹി എന്നുണ്ട്. അവർ നല്ല വസ്ത്രം ധരിക്കുകയും ചെയ്തു. സുമ്മ ജാഅ ഇലൽ മസ്ജിദി വലം യതഖത്ത റിഖാബൻ നാസ് സുമ്മ റകഅ മാ ശാ അല്ലാഹു വയർക സുമ്മ അൻസത ഇദാ ഖറജ ഇമാമുഹു ഹത്താ യുസല്ലിയ കാനത് ഗഫാറത്തൻ മാ ബൈനഹു വബൈനൽ ജുമുഅത്തി ലത്തി കാനത് ഖബലഹ എന്ന് ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഖുസൈം എന്നിവരൊക്കെ അവിടെ സഹീൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ നേരെ വലബിസ മിൻ അഹ്സനി സിയാബിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അബൂ ഹുറൈറ എന്നിവരുടെയും അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ഹദീസാണ്. അതേപോലെ ഇബ്നു ഖുസൈമ എന്നിവർ അബൂ അയ്യൂബ് അൽ അൻസാരി എന്നിവരുടെ ഹദീസിനും ഇതേപോലെ വലബിസ മിൻ അഹ്സനി സിയാബിഹി എന്നുള്ള ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വേണ്ടി നല്ല വസ്ത്രം ധരിക്കുക. നല്ലത് എന്ന് പറയുമ്പോൾ അതിലേറ്റവും നല്ലത് വെള്ള തന്നെയാണ്. കാരണം വഅഫ്ളലുഹ അൽ അബ്യദ് എന്ന് നമ്മൾ പറയും. കാരണം ഹദീസിൽ നേരെ വന്നതാണല്ലോ ഇൽബസു മിൻ സിയാബിക്കുമിൽ ബയാദ് ഫഇന്നഹ മിൻ ഖൈരി സിയാബിക്കും എന്ന്. അപ്പോൾ അതാണ് ഏറ്റവും ഖൈറായ സിയാബ്. അപ്പോൾ നല്ല വെള്ള വസ്ത്രമുണ്ട്, അതിലേറെ മുന്തിയ വേറൊരു വസ്ത്രമുണ്ട്. എന്നാൽ അയാൾ അവിടെ വെള്ളിയാഴ്ച ധരിക്കേണ്ടത് വെള്ള വസ്ത്രമാണ്. കാരണം റസൂൽ നേരെ പറഞ്ഞ ഫഇന്നഹ മിൻ ഖൈരി സിയാബിക്കും എന്ന്, ഇൽബസു മിൻ സിയാബിക്കുമിൽ ബയാദ്. എന്നാൽ പെരുന്നാളിൻ്റെ വിഷയത്തിൽ അവിടെ ഇങ്ങനെ നല്ല മുന്തിയ ഒരു കളർ വസ്ത്രവും എന്നാൽ നല്ല ഒരു വെള്ള വസ്ത്രം ഉണ്ടെങ്കിൽ ആ വെള്ള വസ്ത്രത്തിലേറെ മുന്തിയതാണ് കളർ വസ്ത്രമെങ്കിൽ അവിടെ കളർ വസ്ത്രത്തെ മുന്തിക്കണം പെരുന്നാൾക്ക് എന്ന് പറയും. കാരണം അത് പെരുന്നാളായതുകൊണ്ട്. എന്നാൽ തന്നെ വെള്ള ഉണ്ടെങ്കിൽ വെള്ളയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വെള്ള വസ്ത്രവും
അതുതന്നെയാണ് മുന്തിയതെങ്കിൽ വളരെ നന്നായി. കാരണം ഈ ഹദീസ് പോലെ ഇൽബസു മിൻ സിയാബിക്കും അൽ ബയാദ് ഫഇന്നഹ മിൻ ഖൈരി സിയാബിക്കും. പിന്നെ ഈ മസ്ബൂ കളറുള്ള വസ്ത്രം എന്നുള്ളത് അത് നസ്ജിൻ്റെ മുമ്പ് മസ്ബൂ ആയത്, നസ്ജിൻ്റെ ശേഷം ചായ മുക്കിയത്, ആ വിഷയത്തിൽ തുഹ്ഫ പറയുന്നത് ഫൈൻ ഇത്ലാഖ സഹാബത്തി ലിലുബ്സിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ബൂ അല ഇഖ്തിലാഫി അൽവാനിഹി. റസൂൽ അങ്ങനെ പല കളറുള്ള വസ്ത്രം മസ്ബൂ ധരിച്ചു എന്ന് സഹാബത്ത് ഇത്ലാഖാക്കി പറഞ്ഞത് യദുല്ലു അല അന്നഹു ലാ ഫർഖ് എന്ന്, നസ്ജിൻ്റെ മുമ്പ് നസ്ജിൻ്റെ ശേഷം എന്നുള്ള അത് ഫർഖില്ല എന്നാണ് അറിയിക്കുന്നത് എന്ന് തുഹ്ഫ ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നുണ്ട്. ബാബു സിവാക്ക് യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം മിസ്വാക്ക് ചെയ്യുക, അത് സംബന്ധിച്ചുള്ള ഹദീസ് പറയുന്നത് ബാബ്. എല്ലാ സമയത്തും അത് സുന്നത്താണല്ലോ മിസ്വാക്ക് എന്നുള്ളത്, വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം സുന്നത്താണ്, അത് സംബന്ധിച്ചുള്ള ഹദീസ് പറയുന്നത് ബാബ്. വഖാല അബൂ സഈദിൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തന്നു, നേരത്തെ കഴിഞ്ഞ പോയൊരു ഹദീസാണ്. ഹദീസിൻ്റെ ഒരു ഭാഗം ഇവിടെ അങ്ങനെ താലിയക്കായിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. നേരത്തെ കഴിഞ്ഞ ഹദീസ് ഇങ്ങനെയാണല്ലോ, അഷ്ഹദു അല അബി സഈദിൻ ഖാല അഷ്ഹദു അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഗുസ്ലു യൗമൽ ജുമുഅത്തി വാജിബുൻ അല കുല്ലി മുഹ്തലിം എന്ന് അംർ ഇബ്നു സുലൈം എന്നൊരു പറഞ്ഞത്. അഷ്ഹദു അല അബി സഈദ് ഖാല അഷ്ഹദു അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂൽ പറഞ്ഞു അൽ ഗുസ്ലു യൗമൽ ജുമുഅത്തി വാജിബുൻ അല കുല്ലി മുഹ്തലിമിൻ വ അൻ യസ്തന്ന എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറയുന്നത്, ഈ താലിയക്കായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ. حدثنا أبو معمر قال حدثنا عبد الوارث قال حدثنا شعيب بن حبهاب حدثنا أنس رضي الله عنه وعنهم جميعا قال قال رسول الله صلى الله عليه وسلم أكثرت عليكم في السواك. ഇവിടെ ഞാൻ ധാരാളമായി സിവാക്കിൻ്റെ കാര്യം പറഞ്ഞു എന്നാണ് ഹദീസിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ പറയേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളത് കാര്യമായി ചെയ്യണമെന്ന് തന്നെയാണല്ലോ. അതിന് മുമ്പത്തെ ഹദീസാണെങ്കിലോ ലൗല അന്ന ശുഖ അല ഉമ്മത്തി, അല ഉമ്മത്തി എന്നും അവിടെ റാവിൻ്റെ സംശയമായിട്ട് അലന്നാസ് എന്നും വേറെ റിവായത്തുകളിൽ അലൽ മുഅ്മിനീൻ എന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ പ്രയാസമായതുകൊണ്ടാണ് വാജിബാക്കാത്തത്. അക്സർതു അലൈക്കും ഫി സിവാക്ക്, സിവാക്കിൻ്റെ വിഷയത്തിൽ ഞാൻ ധാരാളമായി നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് കൂട്ടത്തിൽ ജുമ എന്നുള്ളത് ആഴ്ചയിലൊരു ദിവസം മാത്രമാണ്. അപ്പോൾ അത് കൂടുതൽ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. മശക്കത്തില്ലല്ലോ, ആഴ്ചയിലൊരു ദിവസം മാത്രമല്ലേ എന്നാണ് ഇവിടുന്ന് കിട്ടുന്ന ഒരു മെസ്സേജ്. അങ്ങനെയൊക്കെ ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ടാണ് ഇമാം ബുഖാരി റഹിമഹുള്ള ഈ ബാബിൽ ഈ ഹദീസുകൾ കൊണ്ടുവരുന്നത്. ആ ഇസ്തിംബാത്ത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. ബാബിന് നേരെ ബന്ധമല്ലല്ലോ എന്ന് വേണമെങ്കിൽ തോന്നാം, കാരണം വെള്ളിയാഴ്ച ദിവസമല്ലല്ലോ പരാമർശിക്കുന്നത് എന്ന്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ആശയമായിട്ട് വരുന്നുണ്ട്. കാരണം എല്ലാ നിസ്കാരത്തിനും കൽപ്പിക്കുമായിരുന്നു എന്ന് പറയാം. അപ്പോൾ വെള്ളിയാഴ്ച എന്തായാലും പെടും. ഞാൻ ധാരാളമായി ഇതിൻ്റെ കാര്യം പറഞ്ഞു, എന്നിട്ടും നിർബന്ധമാക്കാത്തത് മറ്റേ ഹദീസിൽ വന്നു പ്രയാസമാവുന്ന കരുതിയിട്ടാണ്. അപ്പോൾ ആഴ്ചയിലൊരു ദിവസം, അത് വെള്ളിയാഴ്ച ഒരു ദിവസമേ ഉള്ളൂ, ആഴ്ചയിലൊരു ദിവസമാണ് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണേ എന്ന് ഈ മെസ്സേജ് എന്ന് വല്ലാത്തൊരു മെസ്സേജ് ഈ ഹദീസിലുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അതിന് വേണ്ടി ഹദീസ് ഇവിടെ ഈ ബാബിൽ കൊണ്ടുവന്നു. حدثنا محمد بن كثير قال أخبرنا سفيان عن منصور وحسين عن أبي وائل عن حذيفة رضي الله عنه وعنهم جميعا قال كان النبي صلى الله عليه وسلم إذا قام من الليل يشو صفاه, രാത്രി എണീറ്റാൽ റസൂൽ കാൻ യഷു സുഫ, പല്ല് വെക്കുമായിരുന്നു. യഷൂസു എന്ന് പറഞ്ഞാൽ യുദല്ലി കുഫാഹു. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടു കൂടെ പ്രവാചകർ ചെയ്യാറുള്ള ചെയ്യണമെന്ന് എല്ലാവരോടും നിർദ്ദേശിച്ച കാര്യം അത് വെള്ളിയാഴ്ചയിൽ പ്രത്യേകം ചെയ്യണം എന്നാണ് ഇപ്പോൾ ഇവിടെ നൽകുന്ന മെസ്സേജ്. പിന്നെ നേരത്തെ ഹദീസ് വന്നതുകൊണ്ട് ഹദീസിക്ക് സൂചനയായിക്കൊണ്ട് യസ്തന്ന എന്ന് പറഞ്ഞത് യസ്തന്നു എന്നിവിടെ മുഅല്ലഖായിട്ട് ഇമാം ബുഖാരി അതിന് നൽകുകയും ചെയ്തു. അപ്പോൾ വെള്ളിയാഴ്ചയുടെ വിഷയത്തിൽ പ്രത്യേകം വന്നിട്ടുണ്ട് മിസ്വാക്ക് ചെയ്യണമെന്ന്. എന്നാൽ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസവും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ വെള്ളിയാഴ്ച എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ് ജുമാൻ്റെ വിഷയത്തിലെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുള്ള ഈ ഹദീസുകൾ ഇവിടെ ഇങ്ങനെ ഒരു ഓർഡറിൽ കൊണ്ടുവരുന്നതിലൂടെ നമ്മോട് പറയണം. ബാബു മൻ തവസ്സക ബിസിവാക്കി ഗൈരിഹി. ഹദസന ഇസ്മാഈൽ ഖാല ഹദസനി സുലൈമാൻ ബിൻ ബിലാൽ ഖാല ഹിശാം ബിൻ ഉർവത അഖ്ബറനി അബി അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ قالت دخل عبد الرحمن بن أبي بكر ومعه سواك يستن به. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരനാണല്ലോ അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ. വമഅഹു സിവാക്കും യസ്തന്നു ബിഹി, അങ്ങനെ മിസ്വാക്ക് ചെയ്തുകൊണ്ട് ആണ് കയറി വന്നത് റസൂലുള്ളാഹിന്റെ അവസാന സമയത്ത്. ഫനളറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു ലഹു ആതിനി. അപ്പോൾ റസൂല് ആ മിസ്വാക്കിനെ നോക്കി. അപ്പോൾ ആയിഷ ബീവിക്ക് മനസ്സിലായി റസൂലുള്ളാഹിക്ക് ആ മിസ്വാക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ അള്ളാഹിനെ കണ്ടുമുട്ടുന്ന ഈ സമയത്ത് മരിക്കണീൻ്റെ ഒക്കെ ആ ഒരു രോഗമായിട്ട് കിടക്കുകയാണല്ലോ.
അപ്പോൾ ഒന്ന് മിസ്വാക്ക് ചെയ്യണമെന്ന് പ്രവാചകർക്ക് തോന്നിയിട്ടുണ്ട് എന്ന് ആയിഷ ബീവിക്ക് മനസ്സിലായി. ഫഖുൽതു ലഹു, തൻ്റെ സഹോദരനോട് അബ്ദുറഹ്മാൻ എന്നിവരോട് ഞാൻ പറഞ്ഞു, ആത്തിനി ഹദ സിവാക്കെന്ന്, യാ അബ്ദുറഹ്മാൻ. ഫഅത്വാനി, അപ്പോൾ അതെനിക്ക് തന്നു. ഫഖസിംതുഹു, ഞാനതിനെ മുറിച്ചു. ഫഖദിംതുഹു എന്ന് റിവായത്തുണ്ട്. സുമ മദഉതുഹു, ഞാനതിനെ ചവച്ചു. ഫഅതൈതുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്തന്ന ബിഹി, റസൂലുള്ളാഹിക്ക് അത് കൊടുത്തു. റസൂൽ അത് ഉപയോഗിച്ച് മിസ്വാക്ക് ചെയ്തു എന്ന്. ഉഹു മുസ്തനീദുൻ അല്ലെങ്കിൽ മുസ്തസ്നീദുൻ ഇല സ്വദിരി, രണ്ട് രീതിയിലും ഉണ്ട്. ഉഹു മുസ്തസ്നീദുൻ ഇല സ്വദിരി, എന്തായാലും റസൂലുള്ളാഹിൻ്റെ അവസാന സന്ദർഭങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണിത്. ഇവിടെ ഇപ്പം മറ്റുള്ള ഒരാൾക്ക് സമ്മതമാണെങ്കിൽ അയാളുടെ മിസ്വാക്ക് എടുക്കാമല്ലോ. ഇവിടെ അത് മുറിച്ച ശേഷം പിന്നെ റസൂലുള്ളാഹിക്ക് ശരിയാക്കി കൊടുക്കുകയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.